ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു തനി നാടൻ സ്റ്റൈലിൽ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം തന്നെ ഒരു കടായിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച 2 സവോള ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലാസ്റ്റ് ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മുരിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. സവോളയൊക്കെ ഏകദേശം ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ സവോളയൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കിസ്മിസ് വറുത്തെടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കാഷ്യൂസ് ഇട്ട് കൊടുത്തിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ ആദ്യം തന്നെ വറുത്ത് മാറ്റി വെക്കും കേട്ടോ. ഇപ്പോൾ എല്ലാ ഐറ്റംസും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള അരി വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സ്പൈസസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 2 ബേ ലീഫും 2 പട്ടയും 3 ഗ്രാമ്പും ഏലക്കായാണ് ഇട്ടിരിക്കുന്നത്. വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴേക്കും അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ കൈമ റൈസ് ഞാനൊരു 15 മിനിറ്റ്സ് വെള്ളത്തിൽ കുതിർത്ത് ഊറ്റി വെച്ച റൈസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൈമ റൈസ് ആയതുകൊണ്ട് തന്നെ റൈസ് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇത് ഉടഞ്ഞു പോകാതെ നോക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസ് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തത്. റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറെ അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. റൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുക്കും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം. അതിന് ഞാനൊരു മൺചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണയും കൂടിയും ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് 2 സവോള നീളനെ അരിഞ്ഞു കൊടുത്തത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവോളയൊക്കെ വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒരു 15 ഉള്ളിയും 12 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നന്നായി അരച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഇതെല്ലാം ചതച്ച് എടുത്തിട്ടുണ്ട്. സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊരു തക്കാളിയും കൂടിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി പുതിനയില, പിന്നെ ഒരു കൈപ്പിടി മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം.
ചിക്കനിൽ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ദേ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ്സ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഓൾമോസ്റ്റ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടിയും അടച്ച് വെക്കാം. ഇപ്പോൾ ദേ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. മൂടി വെച്ച് വേവിച്ചത് കൊണ്ട് തന്നെ കുറച്ചും കൂടിയും ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ 4 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ 4 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ചിക്കൻ ഗ്രേവിയിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച് വറുത്ത സവോള ഇട്ട് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ഒന്ന് വറ്റി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദേ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഫോമായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ദം ചെയ്യാനുള്ള നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. വാഴയിലയിലാണ് ഞാൻ ദം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വലിയൊരു വാഴയില വാട്ടിയിട്ട് ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ലെയറിൽ ചോറ് ഇട്ട് കൊടുക്കാം. ഇനി യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് സാഫ്രോൺ ഇട്ട് വെച്ചതാണ് കേട്ടോ ഇത്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ച സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അടുത്ത ലെയറിൽ വീണ്ടും നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും ആവത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയറിൽ ബാക്കിയുള്ള ചോറും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സാഫ്രോൺ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫ്രൈഡ് ഓണിയൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈഡ് കാഷ്യൂസും കിസ്മിസും വെതറി കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടിയും വെതറി കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കണം. ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തത് കട്ടായി പോയിട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. ഇനി നമുക്ക് ലാസ്റ്റ് വാട്ടി വെച്ച വാഴയിലയും കൊണ്ട് മൂടി വെക്കാം. ഇനി ഒരു ലിഡ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ദോശക്കല്ലിൻ്റെ മീതെയാണ് ചട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ദം ചെയ്യുന്നത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് ദം ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ദേ 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല വാഴയിലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ ചിക്കൻ ബിരിയാണി സെർവ് ചെയ്യാം. അപ്പോൾ ഈസിയും ടേസ്റ്റിയുമായ ഈ ചിക്കൻ ദം ബിരിയാണി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.